പ്രാക്തന ഗോത്രവർഗത്തിൽപ്പെട്ട കാട്ടുനായ്ക്ക കുടുംബങ്ങൾ ദുരിതത്തിൽ. എല്ലാ രേഖകളുമുണ്ടായിട്ടും അടച്ചുറപ്പുള്ള വീടോ മറ്റു സൗകര്യങ്ങളോ ഇല്ലാതെ നൂറുകണക്കിന് ആദിവാസി കുടുംബങ്ങളാണ് വയനാട്ടിലുള്ളത്. ശക്തമായൊരു മഴയിൽ തകരുന്ന താൽക്കാലിക ഷെഡുകളിലാണ് ഇവരുടെ താമസം. വയനാട് തോൽപ്പെട്ടിയിലെ കക്കേരി കാട്ടുനായ്ക്ക കോളനിയിൽ ഞങ്ങളെത്തുമ്പോൾ കരിയനും സുമയും തിരക്കിട്ട പണിയിലാണ്. അടുത്ത് 10 മാസം പ്രായമായ മകളുണ്ട്. കൂട്ടിന് ചാറ്റൽ മഴയും. മഴ കനക്കും മുമ്പ് ഈ കുടിലിന്റെ പണി തീർക്കണം. മുൻപ് താമസിച്ചിരുന്ന കുടിൽ വേനൽ മഴയിൽ വീണുപോയി. 10 വർഷത്തിലധികമായി കക്കേരി കാട്ടുനായ്ക്ക കോളനിയിലെ താൽക്കാലിക ഷെഡുകളിലാണ് ഇവരുടെ താമസം. റേഷൻ കാർഡും ആധാർ കാർഡും ഉൾപ്പെടെയുള്ള എല്ലാ രേഖകളും ഉണ്ടെങ്കിലും അടച്ചുറപ്പുള്ളൊരു വീട് ഇവർക്കിനിയും സ്വപ്നമാണ്. 2-3 പേർക്ക് അപേക്ഷ കൊടുത്തിന്, വീടൊക്കെ വന്നിട്ടില്ല. എനിക്ക് അപേക്ഷ കൊടുത്താൽ ഇവർ പറയണ്ടവര് വന്നിട്ടൊന്നും പറയുന്നില്ല, വന്നൊന്നും പറയുന്നില്ല അവര്. കുടകിൽ ഇഞ്ചി കൃഷിക്ക് പോയാണ് കരിയൻ കുടുംബം പുലർത്തുന്നത്. കരിയൻ പോയാൽ ഈ കുടിലിൽ സുമയും 3 മക്കളും തനിച്ചാവും. കരിയനും സുമയും ഉൾപ്പെടുന്ന പ്രാക്തന ഗോത്രവർഗമായ കാട്ടുനായ്ക്ക സമുദായത്തിനായി നിരവധി പദ്ധതികളുണ്ടായിരുന്നു. 148 കോടി രൂപ ചെലവഴിച്ച പ്രാക്തന ഗോത്രവർഗ പാക്കേജൊന്നും ഇവരുടെ രക്ഷയ്ക്കെത്തിയില്ല. മാസങ്ങൾക്ക് മുമ്പ് മാത്രം കർണാടകയിൽ നിന്ന് കുടിയേറിയവർ വരെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് വീടുകൾ സംഘടിപ്പിക്കുന്നതായും ഇവർക്ക് പരാതിയുണ്ട്. ക്യാമറ പേഴ്സൺ അല്ലം ബഷീറിനൊപ്പം അശ്വിൻ വല്ലത്ത്, മീഡിയ 1, വയനാട്.